ഇതാണ് ഇതിൻ്റെ ഫ്യൂവൽ ഏരിയ. ഫ്യൂവൽ ഫില്ല് ചെയ്തത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ ഒരു വണ്ടി എടുക്കുന്ന ആളുടെ കൾച്ചറിനെ ഈ വണ്ടിയുമായിട്ട് കണക്ട് ചെയ്തേക്കാണെന്ന് ചുരുക്കം. ഇനി ഈ സാധനം വെച്ചൊരു വേറൊരു ഹൈലൈറ്റ് കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഡിൻ്റെ ലൈനപ്പിലെ ഏറ്റവും കരുത്തനായ ഒരു മോഡലിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു പക്ഷേ നമ്മളെ റോട്ടിൽ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത, എന്നാൽ നമ്മളൊക്കെ ഒരുപാട് കേട്ട് ശീലിച്ച ഒരു മോഡലാണ് ഫോർഡ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ബ്രോങ്കോ എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫോർഡ് ബ്രോങ്കോ റാപ്റ്ററിൻ്റെ കൂടെയാണ് ഇപ്പം നമ്മളുള്ളത്. ഒരുപാട് കാലം മുമ്പ് നമ്മളൊരു ഫോർഡ് ബ്രോങ്കോയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുള്ള ഒരു കിടിലൻ വാഹനമാണ് ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് പരിചയപ്പെടാം. ഇതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറികൾ, ഇതിൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക്, ഫോർഡ് ബ്രോങ്കോ റാപ്റ്ററിൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻവോൾവ് വണ്ണ് വാങ്ങാത്ത സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവോൾവ് വണ്ണ് വാങ്ങാം. അവിടെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫ്രാഗ്രൻറ്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് ക്രഷും അതേപോലെ തന്നെ ഒന്ന് ഇൻസിഗ്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ രണ്ട് തരത്തിലുള്ള ഫ്രാഗ്രൻസ് ആണിത്. ശരിക്കും നമ്മളെ കാറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം എന്തായാലും 4 മാസക്കാലയളവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആമസോണിലും ബ്ലിങ്കിറ്റിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇവരുടെ വെബ്സൈറ്റ് വഴി ഇത് വാങ്ങാം. അതിനൊരു കൂപ്പൺ കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ടും കിട്ടും എന്നുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്തായാലും ഉപയോഗിച്ച് നോക്കുക. എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫോർഡിൻ്റെ റാപ്റ്റർ എന്ന് പറയുന്ന പിക്കപ്പിനെ ഒരു പക്ഷേ നമ്മളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതിൻ്റെ പല വകഭേദങ്ങളും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഫോർഡ് ബ്രോങ്കോ റാപ്റ്റർ എന്ന് പറയുന്ന സമയത്ത് ബ്രോങ്കോ എന്ന് പറയുന്ന മോഡലിൻ്റെ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ഒരു വാഹനമെന്ന് വളരെ ഷോർട്ടായിട്ട് നമുക്ക് പരിചയപ്പെടാം. അതിന് പറ്റിയ ഒരുപാട് എലമെൻറ്റുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഗ്രിൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ഗ്രില്ലാണ്. അതിനകത്ത് ഫോർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ ഇതിൽ ബ്രോങ്കോക്ക് അവിടെ ബ്രോങ്കോ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ആ സാധനം മാറ്റിയത് ഇത് റാപ്റ്റർ എഡിഷൻ ആയതുകൊണ്ടാണ്. അതിനകത്തൊരു 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ക്യാമറ എലമെൻറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ബ്രോങ്കോ എലമെൻ്റ് ആണെന്ന് പറയാം. ആ ഒരു ഹെഡ് ലാമ്പ് പാറ്റേൺ അത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. താഴെ ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബമ്പർ ഒരു പ്രത്യേകതയുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഊരി വെക്കാം. ധാരാളം നെട്ടും ബോൾട്ടും കാര്യങ്ങൾ കാണാം. കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ളൊരു ഓഫ് റോഡിന് പോകുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വലിയ സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി താഴ്ഭാഗത്ത്. അതായത് വലിയ ഹാർഡായിട്ടുള്ള കല്ലിലൊക്കെ തട്ടിക്കഴിഞ്ഞാലും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി ചെയ്തേക്കുന്നത്. അത് കുറച്ച് ഭയങ്കര ഹാർഡാണ്. സോ എത്ര വലിയ ഒരു ഹിറ്റും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി വിഞ്ച് ആ ഒരു ഭാഗം, അതായത് നമുക്ക് കെട്ടി വലിക്കാനുള്ള ഒരു കൊളുത്തും ആ ഒരു ഭാഗത്ത് കാണാം. വിഞ്ച് അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫോഗ് ലാമ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മൊത്തം റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റും റിമൂവ് ചെയ്ത് വെക്കേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പ്രൊഫൈലാണ് ഇതിനകത്തുള്ളത്. പിന്നെ വേറൊന്ന്, ഇതിൻ്റെ മുൻഭാഗത്ത് ഇവിടെ നമുക്ക് 3 ലൈറ്റുകൾ കാണാം. ഈ ലൈറ്റുകൾ എന്തിനാണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സേഫ്റ്റി സ്റ്റാൻഡേർഡാണ്, അമേരിക്കൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്. അതായത് കുറച്ച് വീതിയുള്ള വാഹനങ്ങളിൽ, എനിക്ക് തോന്നുന്നു 5 മീറ്റർ അങ്ങനെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ആ ഒരു വീതി കൂടുതലുള്ള വാഹനത്തിനകത്ത് 5 ലൈറ്റുകൾ ഫ്രണ്ടിൽ കൊടുക്കണം എന്നൊരു നിയമമുണ്ട്. അതേപോലെ ബാക്കിലും കൊടുക്കണം എന്നുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഇവർ ചെയ്തേക്കുന്നൊരു ബ്രില്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും 5 എണ്ണം വേണമല്ലോ. ബാക്കി 2 എണ്ണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിററിനകത്ത് കൊടുത്തേക്കുന്നുണ്ടോ. മിററിൽ നമുക്കും അതേപോലത്തെ ലൈറ്റ് കാണാം. അപ്പോൾ ശരിക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് 5 ലൈറ്റുകൾ ഈ വാഹനത്തിൻ്റെ വീതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ കത്തിയോണ്ട് നിൽക്കും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെരി നൈസ്. ഈ ഒരു റെഡ് എലമെൻറ്റുകൾ ഉണ്ടല്ലോ, ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതും ആക്ച്വലി റാപ്റ്ററിലേക്ക് വരുന്നുള്ള ഒരു സ്പെഷ്യലൈസേഷനാണ്. ഇനി നമുക്ക് ഹുഡിനെ കുറിച്ച് പറയാം. ഈ ഹുഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് നോക്കൂ, ഞാൻ നിൽക്കുന്ന പൊസിഷനും ഈ വണ്ടീൻ്റെ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതിൻ്റെ ഹുഡ് എൻ്റെ ചെസ്റ്റ് വരെയുണ്ട്. ഇതിനകത്തൊരു ഹുഡ് എലമെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷനിങ് ആണ്, വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് റാപ്റ്റർ എന്ന് പറയുന്ന ലെറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. യെസ്, സാധാരണഗതിയിൽ ഇവിടെ ഒരു ഇയറും കൂടി കൊടുക്കാറുണ്ട്, ബാഹാർ റേസിംഗ് വിൻ ചെയ്തതിൻ്റെ. അത് ആക്ച്വലി ഇപ്പോൾ കാണുന്നില്ല, ചില മോഡലിനകത്ത് അതും കൂടി വരാറുണ്ട് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കിയാൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള, എന്നാൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഒന്നും ഓവറാക്കാതെ എല്ലാ എലമെൻറ്റുകളും ഭയങ്കര നീറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഭാഗം എന്ന് വിശേഷിപ്പിക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് തോന്നിയതെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തെ ഇപ്പം പ്രൊഡക്ഷനിലുള്ളതിലെ ഏറ്റവും വലിയ ടയറാണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. 37 ഇഞ്ച് ടയറാണ്. അത് ഒരു പ്രൊഡക്ഷൻ റെഡി മോഡലിനകത്തും സ്റ്റോക്കായിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ്
എടുത്ത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. യെസ്, അതിനകത്ത് ഫോർഡ് എന്ന് പറയുന്ന ലെറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ റെഡ് എലമെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ റാപ്റ്റർ എഡിഷൻ്റെ പ്രത്യേകതയാണ്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയാം. 330 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഏത് ടെറയിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ഗംഭീരമാക്കി അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സസ്പെൻഷൻ, ഇനി ഇതിലേക്ക് നമുക്ക് തലക്കെട്ട് നോക്കട്ടെ, അത്രയും ഗ്യാപ്പൊക്കെ ഉണ്ട്. ഫോക്സിൻ്റെ സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. അത് അത്യാവശ്യം ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് ആക്ടിവിറ്റീനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സസ്പെൻഷനാണ്. സോ ഓഫ് റോഡിലേക്ക് ഏത് ടെറയിലേക്കും എങ്ങനെയും കയറ്റാൻ പാകമാവുന്ന തരത്തിലൊരു സസ്പെൻഷൻ ആ വാഹനത്തിനകത്ത് കാണാം. ഈ സൈഡ് വ്യൂ മിറർ, അതിനകത്ത് കൊടുത്തേക്കുന്ന ഒരു ഇൻഡിക്കേറ്ററും ആ ഒരു ലൈറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എലമെൻറ്റ് നമുക്കവിടെ കാണാം. റൂഫ് ഭാഗം കാണൂല, ചാടിയാലേ കാണുള്ളൂ. ഞാനൊരു 6 അടി ഉയരമുള്ള ആളാണ്. ഈ വണ്ടി ശരിക്കും എന്നെക്കാളും ഉയരത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. സോ ഇതിനകത്തേക്ക് കയറാൻ ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിർബന്ധമാണ്. അതിനകത്ത് ബ്രോങ്കോ എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും വെള്ളം കാര്യങ്ങളൊക്കെ ഒഴുകി പോകാനുള്ള സെറ്റപ്പും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, ഇതിൻ്റെ ഫെൻഡേഴ്സിലേക്ക് വരുന്ന സമയത്ത് സാധാരണ ബ്രോങ്കോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ളൊരു ഫെൻഡറാണ്. മാത്രമല്ല ഫെൻഡറിന് ഫ്ലേസും വെച്ചിട്ടുണ്ട്. ഈ ഫ്ലേസ് ആക്ച്വലി റിമൂവബിൾ ആണ്. അപ്പോൾ ഒരു സീരിയസ് ഓഫ് റോഡ് ആക്ടിവിറ്റി ഒക്കെ പോകുന്ന സമയത്ത് ചെളി ധരിക്കാതിരിക്കാനൊക്കെ ഈ ഒരു ഭാഗം ശരിക്കും സഹായകരമാവും. അത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത ഇത് ആക്ച്വലി റിമൂവബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതും എടുത്ത് കളയാൻ പറ്റുന്ന തരത്തിലാണ് ആ ഒരു ഫെൻഡറിൻ്റെ ഭാഗം കൊടുത്തിട്ടുള്ളത്. ഇതിനും ഒരു ഫ്ലേസ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിലത്തെ വണ്ടിയിലേക്ക് ചെളിയും ചെറിയ ചെറിയ കല്ലുകളും ഒക്കെ തെറിക്കുന്നതിലുള്ള ഒരു ഹെൽപ്പും കിട്ടും എന്നുള്ളതാണ്. സോ ഇതാണ് സൈഡ് പ്രൊഫൈൽ. ഇനി ഇങ്ങോട്ട് വരാം. ഇതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ ഹൈലൈറ്റ്. സാധാരണ ബ്രോങ്കോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്ച്വലി ഈ വാഹനത്തിനകത്തുണ്ട്. അതിനകത്ത് റാപ്റ്റർ എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ പാറ്റേൺ ഒക്കെ നോക്കിയാൽ നൈസ്. സ്റ്റിക്കർ വർക്കാണ്, ബട്ട് സ്റ്റിൽ അതിനൊരു ഗംഭീരമായിട്ടുള്ള ലുക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ഡോറൊക്കെ നോക്കിയാൽ അതിൻ്റെ സൗണ്ട്, ഡോർ ഹാൻഡിലൊക്കെ നോക്കിയാൽ ഒരു സീരിയസ് ഗെയിമാണെന്നുള്ള ഒരു ഫീൽ ഉണ്ട് അല്ലേ. ഭയങ്കര ബോൾഡ് ആൻഡ് റിജിഡ് എലമെൻറ്റുകളാണ് മൊത്തത്തിൽ ഒരു സീരിയസ് ഓഫ് റോഡ് ഗെയിം. ഇനി വേറെ കാര്യം കൂടി, ഇതിൻ്റെ റൂഫും അതേപോലെ തന്നെ ഡോറും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഓഫ് റോഡ് ആക്ടിവിറ്റിക്ക് ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് മാറ്റാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ബാക്കിലേക്ക് പോകണം. അതിന് മുമ്പ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്യുവൽ ഏരിയ, ഫ്യുവൽ ഫില്ല് ചെയ്തത്. തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് 3 ബ്രോങ്കോകളെ കാണാം. ഒന്നൊരു പഴയ ബ്രോങ്കോ, അത് 1969 മോഡലാണ്. പിന്നെ ഒരു 2019 മോഡൽ, പിന്നെ ഒരു 2022 മോഡൽ. അങ്ങനെ 3 മോഡൽ വെറൈറ്റി ബ്രോങ്കോ. അത് സ്റ്റിക്കറല്ല കേട്ടോ, ശരിക്കും ആ പ്ലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ ചെയ്യൂലേ, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഫ്യൂവലിൻ്റെ തോന്നില്ല, ഇതിനകത്ത് കുത്തി നടക്കുന്ന പരിപാടിയാണ്, വേറെ ഒന്നുമില്ല. യെസ്, അത് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് തോന്നി. ചില വണ്ടികളൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്, ജീപ്പിനകത്തൊക്കെ സ്റ്റിക്കർ വർക്ക് കാണാറുണ്ട്, പക്ഷേ അത് ആക്ച്വലി സ്റ്റിക്കർ അല്ല എന്നുള്ളതാണ്. ഇനിയാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ. നമ്മൾ ഫ്രണ്ടിലെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ബാക്ക് പ്രൊഫൈലാണ്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും ഗോസ് ടു ദിസ് വലിയ വീല്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബാക്ക് നോക്കിയാൽ കാണൂല. ഇതിൻ്റെ വിസിബിലിറ്റി മൊത്തം ഈ ഒരു ടയർ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് വണ്ടിയുടെ അകത്തിരുന്നിട്ട് നമ്മൾ സൈഡ് വ്യൂ മിററിലൂടെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണൂല. വേണമെങ്കിൽ ഇവിടെ ഒരു ക്യാമറ കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നലുണ്ട്, പേഴ്സണൽ ഒപ്പീനിയനാണ്. 360 ഡിഗ്രി ക്യാമറ വ്യൂ ഇവിടെയാണ് കൊടുത്തേക്കണത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം റീസെൻ്റ്ലി താർ റോക്സ് ഒക്കെ ഈ പരിപാടി കോപ്പി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊടുത്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും എൻഡിൽ നിന്നുള്ള വിസിബിലിറ്റി നമുക്ക് നമ്മുടെ റിയർ വ്യൂ ക്യാമറയിലൂടെ കിട്ടും എന്നുള്ളതാണ്. നൈസ്, വലിയ ടയറാണ്. അതുകൊണ്ട് തന്നെ ഡോർ തുറക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. പോകുന്നു നോക്കിയാൽ, യെസ്, ഓട്ടോമാറ്റിക് തുറന്നോളൂ. അത് ആക്ച്വലി ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, ആ ഡോറിനകത്ത് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇനി ഈ ടൈൽ ലാമ്പ് നോക്കിയാൽ ഭയങ്കര യുണീക്കായിട്ടാണ് കൊടുത്തേക്കുന്നത് അല്ലേ. LED ടൈൽ ലാമ്പ് യൂണിറ്റും റിവേഴ്സ് ലാമ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ധാരാളം ബൂട്ട് സ്പേസ് ഉണ്ട്. ഈ പരിപാടിയൊക്കെ നമ്മളിപ്പോൾ പല ഇതിനകത്തും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ഇത് ഓപ്പൺ ആക്കുന്നത്. യെസ്, ധാരാളം സ്പേസ് ഉണ്ട്. ഓക്കെ, എത്ര ലഗേജ് വേണമെങ്കിലുള്ളൂ. ഇനി ഇതിനകത്തൊരു കുതിരനെ കാണാം, ബ്രോങ്കോ. ഇതാണ് ആക്ച്വലി ബ്രോങ്കോ. സീറ്റ് കവറും കാണാം അതിൻ്റെ അടിയിൽ. ഇവിടെ ഓപ്പൺ ആക്കായിരുന്നു. യെസ്, ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള പരിപാടി തന്നെയാണ്. ഇനി വേറൊരു കാര്യം, ഇവിടെ ഒരു ലാമ്പ് ഉണ്ട് കേട്ടോ. ഈ ലാമ്പിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അതിനകത്തും ഒരു കുതിരനെ കാണാം. ഒരു ചെറിയ കുതിര ഇങ്ങനെ ചാടി കളിക്കുന്നത് കാണുന്നുണ്ടോ? അവിടെ ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഇത് നമ്മളുടെ വണ്ടീൻ്റെ തന്നെയാണ് എന്നുള്ളൊരു ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. പക്ഷേ സ്പെയർ പാർട്സ് വാങ്ങാൻ നേരത്തെ അത് ബുദ്ധിമുട്ടായിരിക്കും, അത് വേറെ വിഷയം. ഇനി ഇവിടെ ആക്സസറി റെഡി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഓപ്പൺ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല. പിന്നെ ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് പല സാധനങ്ങളും മാനേജ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റിയ ആക്സസറീസൊക്കെ കിട്ടാറുണ്ട്. ഈ വയറ് നമ്മൾ ഡീഫോഗർ ലൈൻസിൻ്റെ വയറാണ്. ഇത് വേണമെങ്കിൽ ഇതിനുള്ളിലൂടെ ഒക്കെ കൊടുക്കായിരുന്നു തോന്നിയിട്ടാ. ഇതിങ്ങനെ രണ്ടും പുറത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഹൈഡ്രോളിക് സ്റ്റെട്ടും കാര്യങ്ങളൊക്കെ നൈസ്.
ഇവിടെയും കണ്ടു ഒരു റാപ്റ്റർ എന്ന് പറയുന്ന ബാഡ്ജിങ് ആണ്. ഇത് ആക്ച്വലി സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഭാഗമാണ്. ഇൻട്രസ്റ്റിംഗ്. ഇത് ക്ലോസ് ചെയ്തിട്ട് വേണം ടെയിൽ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ. ഇതിനകത്ത് റിയർ വൈപ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് ഫ്ലൂയിഡ് കാണാം, അതിൻ്റെ ഒരു പൈപ്പാണ് നേരത്തെ മറ്റേത് കണ്ടത്. ഇതൊക്കെ നോക്കിയാൽ ശരിക്കും ഭയങ്കര അല്ലേ, നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. അതായത് ചെറിയ കളിയൊന്നും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള പരിപാടിയൊന്നും കാണിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഡോർ അടക്കുമ്പോഴൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. ഇനി ഇവിടെ റാപ്റ്റർ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സാധനം കൂടി കാണിച്ചു തരാം. ഒരു കുതിര, ഈ ബ്രോങ്കോൻ്റെ കുതിര ഇങ്ങനെ ഇട്ടോ നിൽക്കുക, പുള്ളി മോളിൽ നിന്ന് താഴേക്ക് ചാടുക തോന്നുന്നുണ്ട് എപ്പോഴും. അല്ല, അതങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ക്രമീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തൊരു ഫെസിലിറ്റി ഉണ്ട്. ഇത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്യാമ്പർ വാന് അങ്ങനത്തെ ഫെസിലിറ്റികളൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിലേക്ക് പവർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ നമുക്ക് കാണാം. ഇതിൽ പവർ എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ക്യാമ്പർ വാനിനകത്ത് എ സി ഒക്കെ കിട്ടും. ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഈവൻ GCC കൺട്രീസിലാണെങ്കിലും, ഇപ്പോൾ ഈ വണ്ടി അബുദാബി രജിസ്റ്റേർഡ് വണ്ടിയാണ്. നമ്മളൊരു സുഹൃത്ത് കാർനെറ്റ് വഴി കൊണ്ടുവന്നേക്കുന്നൊരു വണ്ടിയാണ്. അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് വീക്കെൻഡിൽ ക്യാമ്പുകളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ അവരവരെ ഫാമിലിനൊക്കെ കൂട്ടി ക്യാമ്പർ വാനൊക്കെ എടുത്ത് ഒരു ആടിനൊക്കെ ചുട്ട് ഒരു മന്തിയൊക്കെ ഉണ്ടാക്കി മരുഭൂമിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് മലയുടെ ഒരു താഴ്വാരത്തൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യും. അതപ്പോൾ ഒരു ആടിനൊക്കെ ഇങ്ങനെ നിർത്തി ചുട്ട പരിപാടി. അപ്പോൾ അതിലേക്ക് ഇവർ ക്യാമ്പർ വാനുകൾ കൊണ്ടുപോകും, പല ഫെസിലിറ്റികൾ കൊണ്ടുപോകും, വലിയ ഫ്രിഡ്ജുകൾ കൊണ്ടുപോകേണ്ടി വരും, അങ്ങനത്തെ പരിപാടി ഉണ്ടാവല്ലോ. സോ അതിന് സഹായകരമാവുന്ന തരത്തിലാണ് ആ സാധനം കൊടുത്തേക്കുന്നത്. അതായത് ഒരു വണ്ടി എടുക്കുന്ന ആളുടെ കൾച്ചറിനെ ഈ വണ്ടിയുമായിട്ട് കണക്ട് ചെയ്തേക്കുകയാണെന്ന് ചുരുക്കം. അതൊരു നല്ല മൂവായിട്ട് എനിക്ക് തോന്നി. ഇനി ഈ സാധനം വെച്ചൊരു വേറൊരു ഹൈലൈറ്റ് കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടയറിൽ നിന്ന് ഒരു പക്ഷേ കല്ലുകളൊക്കെ തെറിച്ച് ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫെൻഡർ ഇത് കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതും മേടിച്ചിട്ട് ഫെൻഡർ പൊട്ടാനുള്ള സാധ്യത, സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു എലമെൻറ്റ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് റിമൂവ് ചെയ്യാം. അതായത് ഇതിമ്പോൾ വന്ന് കല്ലടിച്ച് ഇത് പൊട്ടിക്കഴിഞ്ഞാലും ഇത് റിമൂവ് ചെയ്ത് മാറ്റാം. ഫെൻഡർ മൊത്തം മാറ്റുന്ന കോസ്റ്റ് ആവില്ല എന്ന് ചുരുക്കം. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോകണം. ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് ഫോർഡ് ബ്രോങ്കോ റാപ്റ്റർ നമുക്ക് 4 ഡോറായിട്ട്, അതായത് ബാക്ക് തറക്കം 5 ഡോറായിട്ട് മാത്രമേ അവൈലബിൾ ഉള്ളൂ. മറ്റേ ബ്രോങ്കോ നമുക്ക് വേണമെങ്കിൽ 3 ഡോറിനകത്തും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരിയസ് ഗെയിമാണ്. ഡോറൊക്കെ ടഫ് സൗണ്ട് ഉണ്ടോ? യെസ്. ഇനി ഇൻറ്റീരിയർ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിന്. അതിൻ്റെ സ്ക്രീനിനകത്തൊരു ബ്രോങ്കോനൊക്കെ ഉണ്ടാവും. യെസ്. അതിൽ ആക്ച്വലി DRൽ കാണിക്കുന്നത് മഞ്ഞ കളറാണ്, പക്ഷേ ഇതിനകത്ത് മഞ്ഞല്ല, ഒരു പച്ച കളർ അല്ലേ. പക്ഷേ ഇതിനകത്ത് റിയലി അത് ഓറഞ്ച് കളറിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ധാരാളം ഓറഞ്ച് എലമെൻറ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓറഞ്ച് മീൻസ് ഒരു ചുവപ്പ് കളറല്ലേ. ഇപ്പോൾ ആ ഒരു സെൻട്രൽ കൺസോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റോട്ടറി സ്വിച്ചിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു കളർ കാണാം. അതിന് തൊട്ട് മുന്നിലായിട്ട് ആ ഒരു ഗിയർ നോബിൻ്റെ ലെതർ കോട്ടിങ് ഈ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷൻ മനസ്സിലാവുന്നതും അതുപോലെ തന്നെ ആ ഒരു സ്റ്റിച്ചിങ്ങും ആ ഒരു കളറാണ്. തൊട്ടുപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടുത്തം ഹാൻഡിൽ അതിനകത്ത് ആ ഒരു കളർ കാണാം. AC വെൻറ്റിനകത്ത് ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട്, ആ ഒരു നോബ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇനി സീറ്റിലേക്ക് വരാം. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഇരിക്കുന്ന ഭാഗത്തും ഒക്കെ ആ ഒരു ഓറഞ്ച് കളർ കാണാം. അതേപോലെ താഴേക്ക് നോക്കൂ, നമ്മുടെ മാറ്റ് അതും ആ ഒരു കളറിലാണ്. ഇവിടെ ഫോർഡിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്ന ലെറ്ററിങ്ങിനകത്ത് പെർഫോമൻസ് എന്ന് എഴുതിയേക്കുന്നു ആ ഒരു കളർ ടോണാണ് കൊടുത്തേക്കുന്നത്. ഇനി ആ സീറ്റ് ബെൽറ്റും സെയിം കളറിനകത്ത് നമുക്ക് കാണാം. ആക്ച്വലി ഇതൊരു റാപ്റ്റർ ടച്ച് എന്ന് വേണമെങ്കിൽ ഈ ഒരു കളറിനെ വിശേഷിപ്പിക്കാം. വേറൊരു കാര്യത്തിൻ്റെ ഇടയിൽ കൂടി പറയാണ്ട് ഈ ഒരു മാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ആക്ച്വലി ഓണർ വേറെ വെച്ചാട്ടോ. എന്നാലും നമ്മൾ ഇതിൻ്റെ കൂടെ എണ്ണിയിരിക്കുന്നത് കാരണം മൊത്തത്തിൽ അത് ഒരു കാൽക്കുലേഷനിൽ പെടുത്താമെന്ന് വിചാരിച്ച്. ഇനി ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബ്ലൂ എലമെൻറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ശരിക്കും ഇതില്ലേ ഭയങ്കര ബോൾഡാണ്. അതായത് ചെറിയ ടച്ചൊക്കെ തട്ടിയാൽ ഇതിനൊന്നൊരു പ്രശ്നമില്ല എന്നുള്ള മൂഡിലാണ് ബോസ് നിൽക്കുന്നത്. ആ ഒരു ഫീൽ ആക്ച്വലി നമുക്ക് കിട്ടും. ഈ ഡോർ ലോക്ക് അൺലോക്ക് ഇല്ലേ, ആക്ച്വലി ഇതവിടെ ബട്ടൺ എടാ ഇത് ലോക്കാണോ അൺലോക്കാണോ എന്ന് കാണിച്ചത്. ഇപ്പോൾ തുറന്നിക്കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എനിവേ ഈ ഒരൊറ്റ കൺട്രോൾ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഡോറിലേക്ക് വന്നിരിക്കുന്ന വയറിങ്. അതും റിമൂവബിൾ ആയിട്ടാണ്. അടാ അതിൻ്റെ പ്ലഗൊക്കെ ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തേക്കുന്നത്. ഗ്രിപ്പാണ്, ഇത് നമുക്ക് വലിച്ച് ഇങ്ങനെടുത്ത് ഇതാക്കാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മ്യൂസിക് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് എവിടെയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിമൂവബിൾ ആണ്. ഈ ഡോർ നമുക്ക് വേണമെങ്കിൽ ഊരി വെക്കാം. അതുപോലെ ഈ പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ ഭയങ്കര ബോൾഡായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി നമ്മൾ ഇൻറ്റീരിയറിൽ കയറി ഇരിക്കുന്ന സമയത്ത് ശരിക്കും വലിയ ഒരു സ്പേസിനകത്ത് ഇരിക്കുന്ന ഫീലാണ് ആക്ച്വലി എനിക്ക് കിട്ടുന്നത്. സീറ്റ് കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. യെസ്. ഈ ഒരു സെൻട്രൽ കൺസോളൊക്കെ നോക്കിയാൽ ഫുൾ ഒരു ഹാർഡ് ആൻഡ് ഒരു ഭയങ്കര ബോൾഡ് ഡിസൈനിലാണ് ക്രമീകരിച്ചത്. മിററിൻ്റെ കൺട്രോൾ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ വിൻഡോ അപ്പ് ആൻഡ് ഡൗണിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ബിക്കോസ് ഡോർ നമ്മൾ റിമൂവ് ചെയ്ത് വെക്കും എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഒരു പിടുത്തം നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഒരു പ്ലേറ്റ് കാണാം. ആക്ച്വലി അതിനകത്ത് നമ്മുടെ ഗ്രില്ലിൻ്റെ പാറ്റേണാണ് കൊടുത്തേക്കുന്നത്. ഫോർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫോർഡ് പെർഫോമൻസ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് ആ ഒരു ഗ്രിൽ എംബോസിങ് കാര്യങ്ങൾ. അതുപോലെ ഇവിടെ ഗിയർ നോബിൻ്റെ ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബർ മെറ്റീരിയലും അതിനകത്ത് തല കീഴായിട്ട് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിരനെയും കാണാം.
വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, സി ടൈപ്പ് ചാർജിങ് പോർട്ട്, അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ കാണാം. ടെമ്പറേച്ചർ കൺട്രോൾ, ഈ ബട്ടണൊക്കെ നോക്കിയാൽ ഭയങ്കര ബോൾഡാണ്. അതൊക്കെ എനിക്കൊന്ന് വാട്ടർ പ്രൂഫ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരു 12 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഓഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. ഇനി ഇതൊന്ന് റിവേഴ്സ് ഗിയറിലിട്ട് കഴിഞ്ഞാൽ ക്യാമറ വോന്നൊന്നും പറയാനില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ, അത്രേ നമുക്കിതിനെ പറയാൻ പറ്റുള്ളൂ. യെസ്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ബട്ടൺസ് കാണാം. ആക്ച്വലി നമ്മുടെ ആക്സിൽ കൺട്രോളിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങൾ, ഓഫ് റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. ഇനി ഈ ബട്ടൺസിൽ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ഗ്യാരേജിൻ്റെ ഡോറുകൾ ഇതിനകത്ത് വെക്കാം. അതേപോലെ തന്നെ ഹോണ് സ്പെഷ്യൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ എക്സ്ട്രാ ലാമ്പുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള തരത്തിൽ കസ്റ്റമൈസബിൾ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഷെയ്ഡ്, അതിനകത്ത് ലാമ്പും മിററും കൊടുത്തിട്ടുണ്ട്. അത് 2 ഭാഗത്തും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കണേ. അതുപോലെ ഈ റൂഫ് റിമൂവ് ചെയ്യൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് താത്തിയിട്ട് ഇവിടെ ഇതിങ്ങോട്ട് താക്കിയിട്ട് നമുക്കിത് പൊക്കിയെടുക്കാം. ഇവിടെ ഒക്കെ ഉണ്ടോ വിഞ്ചസ് പോലെയാണ് കൊടുത്തേക്കണേ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ റൂഫും റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ബാറ് പോലെ അവിടെ സെൻറ്ററിലുണ്ടാവും. അതേപോലെ നമുക്ക് ബാക്കിലത്തതും റിമൂവ് ചെയ്യാം. ഇതിന് സീറ്റ് നോക്കിയാൽ എന്താ സെറ്റപ്പിലെ റാപ്റ്റർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്, അൽക്കണ്ടാറ മെറ്റീരിയലൊക്കെ കൊടുത്തിട്ട്. അതുപോലെ ഡാഷ്ബോർഡ് നോക്കിയാൽ ബ്രോങ്കോ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ മെറ്റീരിയലൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ്. വെള്ളം നിന്ന് ചീത്തയാവുന്ന ഒരു സാധനങ്ങളും ഇതിനകത്ത് എവിടെയും കൊടുത്തിട്ടില്ല. യോ മോനെ, ഏതാ നൈസ് വണ്ടി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഇതൊറ്റൊരു ഓഫ് റോഡ് പോകാൻ നമുക്ക് അറിയാതെ തോന്നിപ്പോവാം. ഹൈറ്റ് ഡിസ്പ്ലേ സീറ്റൊക്കെ ഉണ്ട്. യെസ്, അറിയാതെ തോന്നിപ്പോവും. എന്താ ചെയ്യുക, തോന്നിപ്പോവാണ്, ഒന്നും ചെയ്യാനില്ല. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു കുതിരനെ നമുക്കിവിടെ കാണാം. ഇതാണ് ഹോൺ വരുന്നത്. അതുപോലെ തന്നെ ധാരാളം സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അഡാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിയാൽ ഒരു ഓഫ് റോഡ് ക്ലസ്റ്റർ എന്നുള്ള ഒരു ഫീൽഡ് ഗംഭീരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നൈസല്ലേ, കിഡിലൻ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ വാഹനത്തിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. ഇത് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ ഡാഷ്ബോർഡാണ്, പക്ഷേ ഭയങ്കര ഒരുപാട് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെൻറ്റ് കാര്യങ്ങൾ കാണാം. അതുപോലെ ഇവിടെ നമുക്കൊരു സി ടൈപ്പ് ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ ഇത് ആക്ച്വലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്ത് വെക്കാം, അത് വേറെ വിഷയം. നമുക്ക് നമ്മളെ ഡാഷ് ക്യാമറയ്ക്കും പവർ കൊടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ ബാക്കിലിട്ട് ഇനിയൊരു പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു, ഇല്ല. ഇനി മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സ്പീക്കേഴ്സ് ഇതാ ഇവിടെ ഡാഷ് ബോർഡിനകത്താണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലത്തെ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. ഇതെന്താണ്, AC വെൻ്റാണോ? അങ്ങനെ എന്തോ ആണ് സെറ്റപ്പ്. സംഭവേ കൊള്ളാലേ, സെറ്റപ്പ് സാധനം. ലൈറ്റിൻ്റെ കൺട്രോള്, അതുപോലെ തന്നെ പാർക്ക് ബ്രേക്കിൻ്റെ ഭാഗം, ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗം നമ്മളിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു കിടിലൻ സാധനമായിട്ട് നമുക്കിതിനെ പ്രഖ്യാപിക്കണം. ഇതൊരു പ്രസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് റോയിലേക്ക് വരാം. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് തൈ സപ്പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു കുട്ടി സീറ്റാണ് ബാക്കിലുള്ളത്. AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ പവർ വിൻഡോ കൺട്രോൾ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഓട്ടോമാറ്റിക് ആണെല്ലാം. നൈസ്. AC വെൻ്റ് കാണാം. അതുപോലെ തന്നെ ഇതൊക്കെ നോക്കിയാൽ നെറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഓഫ് റോഡ് ഫീല് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റുകളിൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ട പോലെ തന്നെ അൽക്കണ്ടാറ മെറ്റീരിയൽ, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല ഹെഡ് റൂം ഉണ്ട് കേട്ടോ. ഹെഡ് റൂമൊക്കെ അത്യാവശ്യം നല്ലതാണ്. അതുപോലെ ലെഗ് റൂമും നല്ല ഡീസൻ്റ് ആണ്. ഇരിക്കാനൊക്കെ പറ്റും, സ്പേഷ്യസ് ആണ്. സീറ്റ് കുറച്ച് ചെറുതായി എന്ന് മാത്രമല്ല പ്രശ്നമുള്ളൂ. ഇനി ഇവിടെ ബ്രോങ്കോ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1966 എന്ന് പറഞ്ഞിട്ടൊരു ലെറ്ററിങ് കണ്ടോ, അതോടെ കൊടുത്തിട്ട്. അതുപോലെ തന്നെ ഈ ഒരു മിറർ കൊടുത്തേക്ക് നോക്കിയാൽ ഇതൊക്കെ ആക്ച്വലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഞാനിതിൻ്റെ എൻജിനെ കുറിച്ച് പറയാം. എൻജിനിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു 3 ലിറ്റർ V6 എൻജിനാണ്. ഹൈഡ്രോളിക് സെറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഫോർഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന ഫോർഡ് 330 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ വണ്ടി, അതായത് റാപ്റ്റർ 420 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കും. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സാധാരണ നോർമൽ ബ്രോങ്കോവിനേക്കാളും 90 ഹോഴ്സ് പവർ കൂടുതലാണ് ഇത് എന്നുള്ളതാണ്. മാത്രമല്ല 250 മില്ലിമീറ്റർ വൈഡറുമാണ് ഈ വാഹനം. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വീതി കൂടിയിട്ടുണ്ട്, പവർ കൂടിയിട്ടുണ്ട്, ലുക്ക് മാറിയിട്ടുണ്ട്, ഒരുപാട് എലമെൻറ്റുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഏറ്റവും പുതിയ ഫോർഡ് ബ്രോങ്കോ റാപ്റ്റർ എന്ന് പറയുന്ന മോഡൽ വാഹന വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്.
എങ്ങനെയുണ്ട് ഈ വണ്ടി കാണുമ്പോൾ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഹുഡ് വെൻറ്റിൻ്റെ ഭാഗത്ത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഇയർ കാണാം. 1967, 69, 71, 72 എന്ന് പറഞ്ഞിട്ട് അത് ഈ ഒരു സൈഡിൽ മാത്രമാണ് കൊടുത്തേക്കുന്നത്. അത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർഡ് ബാഹ റേസ് വിൻ ചെയ്ത ഇയറുകളെയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു വിൻ ചെയ്തതിനോടുള്ളൊരു ട്രിബ്യൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സാധനം ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഫോർഡ് ബ്രോങ്കോ റാപ്റ്റർ. ബ്രോങ്കോ സീരീസിലെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം. റാപ്റ്റർ എന്ന് പറയുന്ന ലെഗസിയുടെ പുറത്ത് വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മുറ്റത്തൊരു കുട്ടിയാനയൊക്കെ നിർത്തിയ പോലെ, കുട്ടിയാനല്ല അത്യാവശ്യം വലിയ ആനയൊക്കെ തന്നെ നിർത്തിയ പോലത്തെ ഒരു ഫീലിലാണ് ആക്ച്വലി ഈ വാഹനം നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ബ്രോങ്കോ ഫാൻസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഫോർഡ് ഫാൻസ് ഉണ്ടായിരിക്കും. അവരോടൊക്കെ നിങ്ങളിത് കണ്ടപ്പോൾ എന്ത് തോന്നുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.